ഇവിടെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതിലെല്ലാം ഏറ്റവും കൂടുതൽ വ്യാജ പ്രചാരണം നടത്തിയതിന് ഒരു കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറയുന്ന ഒരു പ്രൊഫൈല് ലാസ്റ്റ് പോലീസ് കണ്ടെത്തി. അഭിലാഷിന് അറിയോ? ആ കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറയുന്നത് അബിൻ കൊടങ്കര എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിരുന്നു. ഈ അന്വേഷണങ്ങൾ പോകുമ്പോൾ പലരും അങ്ങ് പുറത്തു വരും. ഈ വടകര ലോക്സഭാ മണ്ഡലത്തിലെ സൈബർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് വ്യാജ വോട്ടർ ID കാർഡ് ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്ന നേതാവ് തന്നെയാണ്. പേര് പറയാതെ തന്നെ പ്രേക്ഷകർക്ക് അറിയാം. അതുകൊണ്ട് അന്വേഷണം നടക്കട്ടെ. ഇന്ന് പരാതി കൊടുത്തേ ഉള്ളൂ മിസ്റ്റർ. ഇന്ന് പരാതി കൊടുത്തേ ഉള്ളൂ. ആ പരാതിയിൽ അന്വേഷണം നടക്കട്ടെ. വ്യാജ ID കാർഡ് ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചയാൾ പലതും വ്യാജമായിട്ടുണ്ടാക്കും. കോട്ടയം ആർക്കെതിരെയാണ് നടപടിയെടുത്തത്? അരുൺകുമാർ പറ. പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര സംവിധാനത്തിൽ ആർക്കെതിരെ നടപടിയെടുത്തു? കോട്ടയം കുഞ്ഞച്ചൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവാണ്. കോട്ടയം കുഞ്ഞച്ചൻ എന്ന വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി 3 തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കാൻ അവസാനിപ്പിക്കുകയാണ്. ആരും ആരെയും വ്യക്തിഹത്യ ചെയ്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നല്ല നിലയിൽ ജനാധിപത്യപരമായി മാന്യമായി നടത്താനുള്ള ഒരു കാര്യമാണ്. വ്യക്തിഹത്യ ചെയ്യുന്നത്, വ്യക്തി അധിക്ഷേപം നടത്തുന്നത്, ലൈംഗികാധിക്ഷേപം നടത്തുന്നത് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്നല്ല, എവിടെയാണെങ്കിലും വളരെ മോശപ്പെട്ട കാര്യമാണ്. ആ മോശപ്പെട്ട കാര്യം ചെയ്യാതിരിക്കാനുള്ള പക്വതയും ജാഗ്രതയും ജനാധിപത്യ സമൂഹത്തിൽ ഓരോരുത്തരും ചെയ്യേണ്ടതാണെന്ന് ഓർപ്പിച്ചുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കുകയാണ്. എനിക്ക് ഇടവേളയുണ്ട്. ഇടവേളയ്ക്ക് ശേഷം പി മാർക്ക് മാതൃഭൂമി ന്യൂസിന്റെ അഭിപ്രായ സർവേയുടെ അവസാനത്തെ ലെഗ് വരികയാണ്.